ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള ഗൂഢാലോചനകളും ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര സ്വർണ്ണ കൊള്ള പോലും ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നില്ല SIT നടത്തിയത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഏക ഒരു ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ PS പ്രശാന്തും പിടിയിലായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ കടകംപള്ളിയിലേക്ക് പോയിരുന്നത് പോലെ വാസവനിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ SIT പോകും എന്ന് സംശയമാണ്. കാരണം SIT നേരത്തെ പറഞ്ഞ പോലെ പിണറായിയുടെ വിനീത ദാസ്യന്മാർ അടങ്ങിയ SIT വാസവനെ പിടിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ CBI വന്നാൽ കടകംപള്ളിയും പിടിയിലാവും, വാസവനും പിടിയിലാവും, ഒരു സംശയമില്ല. കാരണം ദേവസ്വം മന്ത്രിമാരറിയാതെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുമോ? എന്തായാലും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം പോയി എന്നുള്ള ഉറപ്പാണല്ലോ. ശബരിമലയിൽ നിന്ന് സ്വർണ്ണം പോയി, എത്ര പോയി, അത് ഏത് രീതിയിലാണ് വിൽപ്പന നടത്തിയത്? വെറുതെ ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ അല്ലെങ്കിൽ 4 കിലോ സ്വർണം അത് മാത്രമാണോ കൊള്ളയടിച്ചത്? അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ പാളികൾ മുഴുവനായിട്ട് ഇതിൻ്റെ ഒരു ദൈവീക മൂല്യം ആ രീതിയിൽ ഇത് വിദേശത്തേക്ക് ആ രീതിയിലുള്ള വൻ കൊള്ളയാണോ നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേസന്വേഷണം ഒന്നുകൂടി ഊർജിതപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയ്ക്ക് ഈ